മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിലെ 7-ാം വാക്യവും 22-ാം വാക്യവും കൂടെ. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നു ഹൃദയകാഠിന്യത്തെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ 2 സെഷനുകളിലൊക്കെ നാം ചിന്തിക്കാൻ തക്കോണ്ടായത്. വഴിയരികെ വീണ വിത്തിനെ പറ്റി പറഞ്ഞപ്പോഴും അതിനകത്ത് ഹൃദയകാഠിന്യം ഒരു മെയിൻ എലമെൻ്റായിട്ടാണ് നാം പറയുവാൻ തക്കോണോടിയായി തീർന്നത്. അവിടെ നാം കണ്ടു വചനം ഇറങ്ങുവാൻ തക്കവണ്ണം കഴിയാതെ, അതല്ലെങ്കിൽ ആഴത്തിൽ വേരൂന്നി ഫലം പ്രാപിക്കാതിരിക്കത്തക്ക രീതിയിൽ ഹൃദയങ്ങൾ കല്ലായി മാറിപ്പോയ 2 അവസ്ഥകളെ പറ്റിയാണ് നാം അവിടെ കാണുവാൻ തക്കവണ്ണം തീർന്നത്. നാം ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം മുള്ളിനിടയിൽ വീണ വിത്തുകൾ എന്നുള്ളതാണ്. മുള്ളിനിടയിൽ വീണ വിത്തുകൾ നാം ചിന്തിക്കുന്ന ഉടനെ അവിടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം, അത് സ്പ്രൗട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സോ ഒരുക്കമുള്ള ഒരു ഹൃദയം തന്നെ ആയിരുന്നു ഒരു ക്ലോസിൽ. നാം ഇന്ന് ദേവദാസൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, നാം ഒരുക്കത്തോടുകൂടെ നാം അവൻ്റെ സന്നിധിയിൽ കടന്നു വരണം എന്ന് പറഞ്ഞായിരുന്നു. വചനം കേൾക്കുമ്പോൾ അതിനെ റിസപ്റ്റീവായിട്ടൊരു മെൻറ്റാലിറ്റി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ വചനം വളരുവാനുള്ള ഒരു ഒരുക്കം കൂടി നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ റിസീവ് ചെയ്യാൻ, കേൾക്കുവാൻ, ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെവി ഓപ്പൺ ചെയ്ത് വെക്കുവാൻ വേണ്ടി മാത്രമല്ല നാം ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്. പകരം ആ വചനപ്രകാരം ജീവിക്കുവാനും അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഒരുക്കം കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അത് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഈ വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ വന്ന് വെറുതെ സമയം വേസ്റ്റ് ആക്കി പോകുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം എന്തു തരം ഒരുക്കത്തോടു കൂടിയാണ് നാം അവൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്? വചനം കേട്ട് അതിനെ പ്രമാണിക്കുന്ന രീതിയിലേക്കാണോ പോകുവാൻ ആഗ്രഹിക്കുന്നത്? അതോ വചനം കേട്ട് ഇവിടെ കളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ നാം കടന്നു വന്നിരിക്കുന്നത്? കാര്യം നാം വളരെയധികം ചെക്ക് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു പാരഗ്രാഫിന്, ഈ ഒരു പാസേജിന് നാം ചിത്രീകരിക്കുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഇങ്ങനെ പറയാം: ബിസി റിലീജിയൻ വിത്തൗട്ട് സ്പിരിച്വൽ സറണ്ടർ. ആരാധനയ്ക്ക് വരുന്നുണ്ട്, കൂട്ടങ്ങൾക്ക് വരുന്നുണ്ട്, പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 കോറസ് എക്സ്ട്രാ പാടും. പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ചായ്ച്ചിറക്കത്തക്ക രീതിയിലുള്ള വാക്കുകളുടെ ഒരു പെരുമഴ തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റും. കട്ടിയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമാണ് ചിന്തിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള ജീവിതം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും ഒരുക്കങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കണം. വളരെ സിമ്പിളാണെങ്കിലും വളരെ സാവധാനത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫലം പുറപ്പെടുവിക്കാതെ ഈ പുറമേ കാണിക്കുന്ന പ്രഹസനങ്ങൾ കൊണ്ട് കർത്താവ് എല്ലാവരും പ്ലീസ് ചെയ്തൊന്നും ഇല്ല. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ഹൃദയങ്ങളിലും ഇങ്ങനെയുള്ള ഹൃദയങ്ങളുണ്ട്. കഴിഞ്ഞ 6 ദിവസത്തെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ബന്ധമില്ലാതെ ഞായറാഴ്ച വരുമ്പോൾ യെസ് ലോഡ് ആർ യു വാഷ്ഡ് ഇൻ ദ ക്ലെൻസിങ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ധാരധാരയായി ഒഴുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ചില ഹൃദയങ്ങൾ. ഇന്ന് പലർക്കും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരുക്കം എങ്ങനെയായിരിക്കുന്നു? ആർ യു സ്റ്റിൽ ഹാവിങ് ദ തോൺസ് ആൻഡ് ആർ യു സ്റ്റിൽ അക്കോമഡേറ്റിംഗ് ദീസ് തിങ്സ് along with the word of God this morning? ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ധനത്തിൻ്റെ ചിന്തയും ആകുലതകളും അനുഭവിച്ചുകൊണ്ടാണോ ഇന്ന് പകൽക്കാലം നാം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നുള്ള കാര്യം നാം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവ് നോക്കുന്നത് എത്ര ലൗഡ്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എത്ര ആക്റ്റീവ്ലി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇവിടെ പാസ്റ്റർമാർ പറയുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് ചെയ്യുന്നതല്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിൽ നാം എത്ര ലെവലിലായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കർത്താവ് നമ്മെപ്പറ്റി നോക്കുന്നത്. ശരിയാണ്, ആക്റ്റീവ് ആയിരിക്കണം. നാം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അതൊക്കെ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നാം അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു പകൽക്കാലമാക്കി ഇന്നത്തെ പകൽക്കാലം നാം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. It's not that they don't believe in Jesus. It's that they don't have room for him. വിശ്വസിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കാത്ത
ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ക്രൈസ്റ്റ് മസ്റ്റ് ബി ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് യുവർ ലൈഫ്. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഖ്യ പങ്ക് അല്ലെ പ്രയോറിറ്റി ആയിരിക്കണം. ഞാൻ പറയുന്ന കാര്യം അത് തെറ്റായിട്ടുള്ളൊരു ഒരു വാക്കാണ്. ക്രൈസ്റ്റ് ഒരു പ്രയോറിറ്റി ആയിട്ടല്ല മാറേണ്ടത്, ക്രിസ്തു നിങ്ങളുടെ ജീവനായിട്ട് മാറണം. പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും റിപ്ലേസ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. എനിക്കിപ്പം ഇന്നത്തെ യേശു അല്ല, എനിക്ക് നാളെ വേറൊരു കാര്യത്തെപ്പറ്റി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വേണേൽ യേശുവിനെ മാറ്റിയിട്ട് അവിടെ അതിനെ പ്രതിഷ്ഠിക്കാൻ പറ്റും. പക്ഷേ കർത്താവ് നമ്മുടെ ജീവിതമായി മാറുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാര്യം നാം മറന്നു പോകരുത്. സോ ഇന്ന് പകൽക്കാലം ക്രൈസ്റ്റ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആണോ അതോ ക്രിസ്തു നിങ്ങളുടെ ജീവനാണോ? ഈ രണ്ട് കാര്യങ്ങൾ നാം എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. ക്രൈസ്റ്റ് ഒരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല. ഒരു മാനസാന്തരം ആവശ്യമാണ്. ആ പ്രയോറിറ്റി എടുത്തു മാറ്റിയിട്ട് അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ എന്തു ചെയ്താലും, ഞാൻ തിന്നാലും കുടിച്ചാലും എല്ലാം അങ്ങയ്ക്ക് മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം ആണ് എന്നുള്ളൊരു ബോധ്യത്താൽ നയിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉടമകളായി നാം മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. The person thinks they are fine because they are active, but Jesus is looking at the fruit. യേശു നോക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഫലം പുറപ്പെടുവിക്കാതെ, നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം മത്തായി സുവിശേഷം ഒക്കെ വായിക്കുന്നുണ്ടെ പല ഭാഗങ്ങളിൽ ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥകളിൽ കടന്നു പോകുന്ന ആ കൊമ്പുകളെ അല്ലെങ്കിൽ വൃക്ഷത്തെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി നാം ബൈബിളിൽ വളരെ സവിസ്തരം വായിക്കുന്നു. അതിലേക്ക് നാം പിന്നെ കടന്നു വരാം. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽക്കാലം നാം അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, വചനം വായിക്കുന്നുണ്ടോ, അതുപോലെ പ്രൊഡക്റ്റീവ് ആകുന്നുണ്ടോ? പ്രൊഡക്റ്റീവ് അല്ലാത്ത ക്രിസ്തീയ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല. ആൻഡ് ഇൻ ഹിയർ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും ഞെരുക്കിയിട്ട് നിഷ്ഫലമായിത്തീരുന്നു. നമ്മൾ പലപ്പോഴും പാപത്തെ കുറ്റം പറയാറുണ്ട്. പാപം വന്നുപോയി, പാപം ചെയ്യാൻ ഞാൻ ടെംപ്റ്റഡ് ആയി പോയതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് പുറപ്പെടുവിക്കാൻ പറ്റാത്തവനായിപ്പോയി. പക്ഷെങ്കിൽ ഈ പാപത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. ചിലപ്പോൾ നാം പാപം ചെയ്യുന്നില്ലായിരിക്കും, നമ്മൾ സമയം വേറൊരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതും ഫ്രൂട്ട്ലെസ്നെസ്സിന് കാരണമായി തീരുകയാണ്. നമ്മൾ പലപ്പോഴും പിശാചിനെയും പാപത്തെയും കുറ്റം വിധിക്കുന്നുണ്ടേ ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കർത്താവിന് മഹത്വമുള്ളതാണോ, ഫലം പുറപ്പെടുവിക്കുന്നതാണോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു എനിമി എന്ന് പറയുന്നത് പാപത്തോടൊപ്പം തന്നെ ചേർക്കുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. ദൈവസന്നിധി നാം കടന്നു വന്നിരിക്കുന്നു, 5 മിനിറ്റ് പോലും ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേക്കിന് ചിന്തിക്കുവാണ് PR കാര്യം വന്നിട്ടില്ല, വണ്ടി വാങ്ങിക്കുന്നുണ്ടേ, പിന്നെ അല്ലെങ്കിൽ നാട്ടിൽ അയക്കുന്ന കോഴിക്കൂട് അടച്ചിട്ടുണ്ടോ. നമ്മുടെ നാട്ടിൽ ചിന്താഗതിയാണ് കോഴിക്കൂട് അടച്ച്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ നോക്കും, ഞാൻ വണ്ടിയിൽ നിന്ന് കയറി വന്നപ്പോൾ വണ്ടി ലോക്ക് ചെയ്തായിരുന്നു, വണ്ടി ക്ലീൻ ആണോ, പിന്നെ നമുക്ക് ഒത്തിരി ചിന്തകളാണ്. ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ദൈവസന്നിധിയിൽ പ്രൊഡക്റ്റീവ് ആകുന്നതിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്നുണ്ട്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ ഇതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് സില്ലിയായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിന് ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, പാപം എന്ന പോലെ തന്നെ അതിനോട് ചേർന്ന് ചിന്തിക്കുവാൻ തക്ക അതേ ലെവലിൽ ഡിസ്ട്രാക്ഷൻസും നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആത്മീക പ്രോഗ്രസ്സിൽ നിന്ന് നമ്മെ പിന്നിലേക്ക് വലിക്കുന്നതാണെന്നുള്ള കാര്യം നാം ചെക്ക് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബാക്കി വേറൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഉറങ്ങുന്ന ആൾക്കാർ, അതും ഒരു ഡിസ്ട്രാക്ഷൻ. ഇന്ന് പകൽക്കാലം ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ ഒരുക്കി നിനക്കായി കാത്തിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വരുമ്പം അന്ന് ഇച്ചിരി ക്ഷീണം കൂടുതലായിരിക്കും അല്ലേ. ഇന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയാകുമെന്ന് പറഞ്ഞാൽ അലാറം ഒക്കെ അടിക്കും. അലാറം സ്നൂസ് ചെയ്തിട്ടോ ഓഫ് ചെയ്തിട്ടോ കിടന്നിറങ്ങുവാനുള്ള ദൈവകൃപ, ഞാൻ അങ്ങനെ അങ്ങ് പറയുക, ഒരു പ്രത്യേക കൃപയായിരിക്കും അന്ന് നമുക്ക് ഉണ്ടാകുന്നത്. ഡിസ്ട്രാക്ഷൻസ് പാപം പോലെ തന്നെ വിശ്വാസിയെ കാർന്ന് തിന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ വലിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ഈ ഒരു ഹൃദയം ക്രൗഡഡ് ആണ്. ഇവിടെ ഒത്തിരി മുള്ള് വളരുന്നൊക്കെ ഉണ്ട്. എന്ന പകൽക്കാലം ഈ ഒരു മുള്ളിനെ പറ്റി നാം ചിന്തിക്കുന്നുണ്ട്. 2 വാക്കുകളാണ്, ഒന്ന് റിലീജിയോസിറ്റി, 2 സ്പിരിച്വാലിറ്റി. ഈ 2 കാര്യങ്ങൾ ഈ ഒരു വാക്കിനോട് ചേർന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു,
പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും, നല്ല പാട്ടൊക്കെ പാടുവാൻ പറ്റും. പക്ഷേ ഫലം പുറപ്പെടുവിക്കാത്ത ആ ഒരു ക്രിസ്ത്യാനിയെ സ്പിരിച്വൽ എന്ന് പറയാൻ ഒക്കത്തില്ല. അവൻ റിലീജിയസ് ആണ്. കാരണം ആളുകളുടെ മുമ്പിൽ അക്സെപ്റ്റൻസ് ലഭിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ ഹല്ലേലൂയ ആമേന് പറയത്തക്ക രീതിയിൽ വർക്ക് കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പിരിച്വാലിറ്റി എന്നല്ല പറയുന്നത്, അതിനെ റിലീജിയോസിറ്റി, മതപരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതമാണ് അവർ നയിക്കുന്നത്. പക്ഷേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ മുന്നേറുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ പുത്രൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നത് വേറൊന്നിനുമല്ല, അവനുമായിട്ടൊരു ബന്ധത്തിൽ, പുത്രൻ്റെ ആ അവകാശത്തിലേക്ക്, ആ ഒരു ഇൻഹെറിറ്റൻസിലേക്ക്, ആ മക്കൾ എന്ന പദവിയിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മെ വിളിച്ചതെന്നുള്ള കാര്യം നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് പകൽക്കാലം റിലീജിയോസിറ്റിയിലാണ് മുന്നേറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക്, ആ ഒരു സൺഡേ മാത്രമുള്ള ക്രിസ്തീയ വിശ്വാസത്തിലേക്കല്ല, അനുദിനം വർദ്ധിച്ചു വരുന്ന 7 ദിവസത്തിൽ 24/7 വർദ്ധിച്ചു വരുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉടമകളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന കാര്യം, ദ ഹാർട്ട് ഈസ് ക്രൗഡഡ്. ഇവിടെ കാണുന്ന 3 പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദ കെയർസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ചിന്ത. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ ലോകത്തിൻ്റെ ചിന്തകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, ക്രൈസ്റ്റ് ബിക്കമിങ് എ പ്രയോറിറ്റി. ക്രിസ്തു ഒരു പ്രയോറിറ്റിയായി മാറുകയാണ്. റിപ്ലേസ്മെന്റ്സ് നമുക്ക് വന്നപ്പോൾ റിപ്ലേസ് ചെയ്ത് ക്രൈസ്റ്റ് ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ന്യായപ്രമാണ പുസ്തകമൊക്കെ എന്ത് ചെയ്തു, കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് പൈസ വീണ് ഈ പുസ്തകം അടിയിലായിപ്പോയി. എന്നിട്ട് ക്ലീൻ ചെയ്തപ്പം ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. രാജാവ് അപ്പോൾ ഇത് വായിച്ചിട്ട് വസ്ത്രം കീറി നെടുവീർപ്പിട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? നമ്മളെ പലപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ടേ, ഇങ്ങനെയൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ക്രൈസ്റ്റ് പ്രയോറിറ്റിയായി മാറുന്നുടനെ ഇതൊക്കെ സംഭവിക്കും. ചില വാക്യങ്ങളൊക്കെ നമുക്ക് തോന്നും യഹോവ എൻ്റെ ഇടനാന്നൊക്കെ നമുക്കറിയാം. പക്ഷെങ്കിൽ ചില വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ബൈബിളിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ചിന്തയിൽ ക്രൈസ്റ്റ് പ്രയോറിറ്റിയായി മാറുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ വന്നു പോകും. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രയോറിറ്റി അല്ല. ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ മടിച്ചു പോകുന്ന ഒരു ഹൃദയത്തിന് ഉടമകളായി തീരുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അനുദിനം വളരുന്ന ഒരു ക്രിസ്തീയ ഹൃദയത്തിന് ഉടമകളായി തീരുവാൻ തക്കോണം കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അൺഫോർഗിവ്നെസ്, അതൊരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ബിറ്റർനെസ്, കയ്പിൻ്റെ വേരുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വളരുന്ന മുള്ളുകൾ തന്നെയാണ്. സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹോദരനോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യു ആർ കൾട്ടിവേറ്റിംഗ്, നിങ്ങൾ വെള്ളം കൊടുത്ത് വളർത്തുന്നത് വലിയൊരു മുള്ളിനെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിലങ്ങ് തടികളായിട്ട്. എപ്പോഴും പിശാചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും പിശാച് നമ്മുടെ ചർച്ചകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ അൺസങ് ഹീറോയാണ് പിശാച്. എന്തുണ്ടെങ്കിലും പിശാചിനെ നമ്മൾ കുറ്റം പറയും. കർത്താവിനെ ഇത്ര പാഠം മഹത്വപ്പെടുത്തിയായിരുന്നെങ്കിൽ കർത്താവ് എത്ര പ്രസാദിച്ചേരണേ. കർത്താവിനെ പറ്റിയൊന്നും പറയത്തില്ല, പിശാച് ഞങ്ങളുടെ അനുഗ്രഹത്തെ പിശാച്. നോ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറണം. നമ്മുടെ ഹൃദയത്തിലുള്ള തോൺസ്, നമ്മുടെ ഹൃദയത്തിലുള്ള മുള്ളുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ആ ഒരു രഹസ്യ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ധനത്തെ പറ്റിയുള്ള ചിന്തകളാണെങ്കിൽ, നാളെ പറ്റിയുള്ള ആകുലതകളാണെങ്കിൽ, ഇതൊക്കെ കർത്താവിൻ്റെ സന്നിധി നാം വളരുന്നതിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്നതാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കാനഡ പോലുള്ള രാജ്യത്താണ് വന്നിരിക്കുന്നത്. ഡിസ്ട്രാക്ഷൻസും ഒത്തിരി നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഈ ഒരു വഷളത്വവും കോട്ടതയുമുള്ള തലമുറയുടെ നടുവിൽ അന്യനിരായി നിൽക്കുവാൻ തക്കവണ്ണം നാം അവൻ്റെ പാതകളെ പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇത് കാര്യങ്ങൾ ചെയ്യാതെ രണ്ടാമത്തെ മടങ്ങി വരവിൽ അവൻ്റെ കാഹളധ്വനി കേൾക്കുമെന്ന് വെറുതെ വിശ്വസിച്ച് കൂട്ടരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടും നിർമ്മലതയോടും ഒരുക്കാതെ ആ അന്ത്യനാളിൽ നാം എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം വിശ്വാസി എന്ന വണ്ണം നാം ചിന്തിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ദി ഫ്രൂട്ട്സ് ദിസ് മോർണിംഗ്. ഇന്ന് പകൽക്കാലം കർത്താവ് നോക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് നാം മാറിപ്പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആൻഡ് ദ കെയർസ് ഓഫ് ദിസ് വേൾഡ്, ടു മച്ച് കമ്പീറ്റിംഗ് ഫോർ ദി ത്രോൺ. ഹൃദയത്തിൽ നാം കർത്താവിനൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൃദയത്തിൽ നാം ഒരു സീറ്റ് ഉണ്ട്. നമ്മുടെ രാജാവാണ്, നമ്മുടെ പിതാവാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം എന്നവണ്ണം നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കുക. അവിടെ രാജ്യത്തിൻ്റെ സ്ഥാനത്ത് ആ ചേറിരിക്കേണ്ടത് ആരാണ്? മഹാനായ കർത്താവ് തന്നെയാണ്. പക്ഷെങ്കിൽ
ഈ ധനത്തിൻ്റെ ചിന്തയും ലോകത്തിൻ്റെ ചിന്തയൊക്കെ വാങ്ങുമ്പോൾ ഈ യേശു അവിടുന്ന് പതുക്കെ റീപ്ലേസ്ഡ് ആകും തക്കോണം ഇടയായിത്തീരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം ഡിവൈഡഡ് ആയി പോയിട്ടുണ്ടോ? എന്താണ് നാം ആ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു, എല്ലാ അറകളും നാം ഓപ്പൺ ചെയ്തു കൊടുത്തു. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മെ നയിക്കുന്ന കർത്താവ് ആരാണ്? നാം നയിക്കുന്ന ലോകത്തിൻ്റെ ചിന്തകളാണോ, അതോ സത്യദൈവമായ യേശു ക്രിസ്തു തന്നെയാണോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവായി ആയിരിക്കുന്നതെന്നുള്ള കാര്യം നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇന്ന് വായിച്ച ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: അവർ ഹാർട്ട് വാസ് മെന്റ് ടു ബി എ സാങ്ച്വറി ഫോർ ദ സേവിയർ, നോട്ട് എ സ്റ്റോറേജ് റൂം ഫോർ ദ വേൾഡ്സ് ക്ലട്ടർ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരാലയമാണ്. റോമാലേഖനത്തിലേക്ക് വായിക്കുന്ന ഉടനെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ട ഒരു ശരീരമാണിത്. പക്ഷെ ഈ ശരീരത്തിനകത്ത്, ഈ ഹൃദയത്തിനകത്ത്, ഈ മനസ്സിനകത്ത് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വലിയൊരു ട്രക്ക് പോലെ പോകുന്നവരാണെങ്കിൽ നിത്യത കാണത്തില്ല. ഇന്ന് പകൽക്കാലം ആ മുറുകെ പറ്റുന്ന പാപങ്ങളും ഒക്കെ ഒന്ന് ക്ലെൻസ്ഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, യേശു യെരൂശലേമിലെ ദൈവാലയം ശുദ്ധീകരിക്കുന്ന 2 അവസ്ഥകൾ നാം കാണുന്നുണ്ട്. എന്താണ് ക്ലെൻസ് ചെയ്യുന്നത്? വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫൈനാൻഷ്യലി എല്ലാം കറപ്ഷൻ നടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആ ആലയത്തെ 1 വട്ടമല്ല 2 വട്ടം ശുദ്ധീകരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതുപോലൊരു ശുദ്ധീകരണം നമ്മുടെ ഹൃദയങ്ങളിലും നടക്കേണ്ട. ഹല്ലേലൂയ. ചാട്ടവാർ എടുത്ത് ക്ലെൻസ് ചെയ്യേണ്ടതാണെങ്കിൽ ചാട്ടവാറിന് കീഴ്പ്പെട്ട് കൊടുക്കുക. ചെത്തി വെടിപ്പാക്കേണ്ടതാണെങ്കിൽ ചെത്തി വെടിപ്പാക്കുവാൻ തക്കോണം നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി മുന്നേറുവാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാട്ടെ. ഒരു സ്പിരിച്വൽ അസ്ഫിക്സിയേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശ്വാസ തടസ്സത്തിൽ നിന്ന് നാം മാറി കർത്താവിൻ്റെ സന്നിധിയിൽ ശ്വസിക്കുന്നവരായി, ഗ്രോ ചെയ്യുന്നവരായി തീരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, ദ പെർസ്യൂട്ട് ഓഫ് മോർ വെൽത്ത് ദാറ്റ് ഡിസീവ്സ് ആൻഡ് ഡ്രെയിൻസ്. അവിടെ കാണുന്നൊരു വാക്യമുണ്ട്, ധനത്തിൻ്റെ വഞ്ചനയും. രണ്ടാമത്തെ കാര്യം, ധനത്തിൻ്റെ വഞ്ചന. ധനം അവിടെ തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ധനത്തിനൊരു വഞ്ചനയുണ്ട്. വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്ന ഉടനെ ഒരു കള്ളത്തരം ഉണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും കള്ളത്തരം പറയാം, അവരെ ആരും അത് പഠിപ്പിക്കുന്ന കാര്യമല്ല, അല്ലേ? അതുപോലെ ഈ ധനം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമ്മെ ഓരോ ദിനവും വഴി നടത്തുവാനുള്ള എല്ലാം പ്രൊവിഷൻസ് നൽകും. പക്ഷെങ്കിൽ ഇത് നമ്മെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമുക്കൊരു ഫോൾസ് ഹോപ്പ് ഇതൊരിക്കലും നമുക്ക് നൽകുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു സംതൃപ്തിയുണ്ട്. ആ ഒരു കണ്ടൻമെൻറ്റിനെ എടുത്തു കളയുന്ന രീതിയിൽ ധനത്തിൻ്റെ വഞ്ചന നമ്മെ ചതിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. ധനം വേണം, ജോലി വേണം, എല്ലാ കാര്യങ്ങളും കർത്താവ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ധനം എന്ന വണ്ണം അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു വിശ്വാസിയായി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ യു ആർ കൾട്ടിവേറ്റിംഗ് ദി തോൺസ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ മുള്ളിനെ വെള്ളമൊഴിച്ച് വളർത്തുന്നവരായി മാറിപ്പോയി അതിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആവർത്തന പുസ്തകത്തിലൊരു വാക്യം ഇങ്ങനെ കാണുന്നത്, 8-ാമത്തെ അധ്യായത്തിലൊരു വാക്യം ഇങ്ങനെ ഉണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് ദൈവം ആരെന്ന് ചോദിക്കുവാൻ തക്കണം ഇടയാകും. ഇത് ധനത്തിൻ്റെ ഒരു വഞ്ചന തന്നെയാണ്. നമുക്ക് കുറേ നാൾ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ സേവിങ്സ് ഒക്കെ കൂടി കഴിയുമ്പോഴത്തേക്കിന് ദൈവാശ്രയവും ദൈവം എന്നുള്ള ആ പേരിനെ പോലും പുച്ഛിച്ച് കളയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പിശാച് വലിച്ചുകൊണ്ട് പോകാൻ തക്കോണം ഇടയാകരുത്. നമ്മുടെ ഹൃദയങ്ങൾ ഡിസ്ട്രാക്റ്റഡായി വചനത്തിൽ നിന്ന് മാറി മറ്റു പലതിലേക്ക് പോകാൻ തക്കോണം ഇടയാകരുത്. ഹല്ലേലൂയ. പ്രോവെർബ്സിലൊരു വാക്യം, സദൃശവാക്യത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, 18:11 കാണുന്നു, ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം അതവന് ഉയർന്ന മതിലായി തോന്നുന്നു. എന്ന് പകൽക്കാലം നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി മറ്റ് പലതിലേക്ക് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒന്നുകൂടെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, എൻ്റെ ഉള്ളിലെ ആ തോൺസിനെ, കർത്താവ് ആ മുള്ളുകളെ കർത്താവേ ഒന്ന് ചെത്തി വെടിപ്പാക്കിയിട്ട് കർത്താവേ ആ വചനം എൻ്റെ ഉള്ളിൽ വളരുവാൻ തക്കവണ്ണം ഫലം പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു റിച്ച് ഫൂളിനെ പറ്റി, ഒരു ധനവാനായ ഒരു മണ്ടനെ പറ്റി നാം കാണുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത്
ആർക്കാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നാം ഒത്തിരി കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടാതെ, ഫ്രൂട്ട്ഫുൾ ആകാതെ നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നാളത്തെ ദിവസത്തെ പറ്റി, അടുത്തൊരു സെക്കൻഡിനെ പറ്റി എന്ത് ഗ്യാരണ്ടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? ഇന്ന് പകൽക്കാലം ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫിൽ നാം ഇത്രയും കാര്യങ്ങളൊക്കെ നാം ചെക്ക് ചെയ്ത് സ്വരുക്കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ നിത്യത എന്നുള്ള കാര്യം വളരെ സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നാം ഇവിടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കേണ്ടത് ഉത്തമമെന്ന് പറയേണ്ട ഒരു വിശ്വാസിയാണ് നാളത്തെ പറ്റിയുള്ള ആഗ്രഹമൊക്കെ മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് മുന്നേറുന്നു. ഇന്ന് പകൽക്കാലം ഒരു മാനസാന്തരം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിൽ വാക്യമുണ്ട്, 19:22 വാക്യം, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ധനം ആവശ്യമാണ്, പക്ഷെ ധനം നമ്മെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്നത് പോലെ തന്നെയാണ് ധനത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. When your heart chases the passions of this world, God's word becomes just background noise in a crowded soul. നാം ധനത്തിൻ്റെ പിന്നാലെയും ലോകത്തിൻ്റെ പാഷൻസിൻ്റെ പിന്നാലെയും പോകുകയാകുമ്പോൾ കേൾക്കുന്ന ദൈവവചനം വെറും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെയായി മാറിപ്പോവുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നാം ഒരു കോള് കണക്ട് ചെയ്യുന്ന ഉടനെ ആരാ പിള്ളേരാണോ സംസാരിക്കുന്നത്, പിള്ളേർ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന കാര്യം കേൾക്കുവാൻ പറ്റുകയില്ല. നാം ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയായി മാറിപ്പോകുന്നുണ്ടെങ്കിൽ ദൈവം നൽകുന്ന വാർണിങ്സും ദൈവം നൽകുന്ന കൽപ്പനകളും ദൈവം നൽകുന്ന ആ ഓരോ ഡയറക്ഷൻസും ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ ആയിരിക്കാം. ഒരു സ്പിരിച്വൽ ഇൻസെൻസിറ്റിവിറ്റി ഈ ധനത്തിൻ്റെ വഞ്ചനയിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് പകൽക്കാലം സ്പിരിച്വൽ ഇൻസെൻസിറ്റിവിറ്റിയിൽ നിന്ന് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയിലേക്ക്, ചെവികൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നതിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ ദൈവവചനത്തിലൂടെയുള്ള വാർണിങ്സ് ഒക്കെ കേൾക്കുന്ന ഉടനെ ഇതൊക്കെ എന്തിനാടേ പറയുന്നേ എന്നുള്ള ഒരു പുച്ഛ മനോഭാവമൊക്കെ ഈ ധനത്തിൻ്റെ വഞ്ചനയാൽ, ഡിസ്ട്രാക്ഷൻസാൽ ഒക്കെ ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളൊന്ന് ദൈവത്തിലേക്ക് സമർപ്പിക്കണം. കർത്താവേ, എന്നെ ഒന്ന് കഴുകണം കർത്താവേ, അങ്ങയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. ഹാവിങ് ലവ്ഡ് ദിസ് പ്രസന്റ് വേൾഡ് ഹാസ് ഡെസേർട്ടഡ് മീ. ദേമാസിനെ പറ്റിയാണ് ഒരു വാക്യം പറയുന്നത്. അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ പോകുവാൻ തക്കോണം എന്നെ വിട്ട് പോയി. അതിൻ്റെ അവസാനം പറഞ്ഞ അവൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ തക്കോണം ഇടയായിരുന്നു. ദേമാസിനെ പറ്റി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെപ്പോലെ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ല, അതിനേക്കാളും അപ്പുറമായിട്ട് കർത്താവിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ വായിക്കുമ്പോൾ ഹി വാസ് എ ട്രസ്റ്റഡ് കോവർക്കർ ഓഫ് പോൾ. പൗലോസിൻ്റെ കൂടെ ചേർന്നിരുന്ന് സഹയാത്രികനായി സഹവടനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ദേമാസ്. 2, ഹി വാസ് എ പാർട്ട്ണർ ഇൻ മിനിസ്ട്രി. ഹി വാസ് വില്ലിംഗ് ടു സെർവ് അണ്ടർ പ്രഷർ. പൗലോസിനോടുകൂടെ റോമിലെ ആ ഭവന തടങ്കലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ദേമാസ്. വളരെയധികം ശുശ്രൂഷകന്മാരുമായിട്ട് ഫെലോഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന, അപ്പോസ്തലന്മാർ പലരെയും കണ്ട ഒരു വ്യക്തിയായിരുന്നു ആര്? ദേമാസ്. പൗലോസിൻ്റെ കഷ്ടതകൾ വളരെ അടുത്തറിഞ്ഞ് കർത്താവിൻ്റെ പ്രത്യാശ എത്രത്തോളം ഉണ്ടെന്ന് താൻ പൗലോസിൽ നിന്ന് അറിഞ്ഞ കണ്ട ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ ദേമാസ്. അവസാനത്തിലേക്കാകുമ്പോൾ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. അവിടെ കാണുന്ന ആ സ്നേഹിച്ചു എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് പദത്തിൽ കാണുന്ന ഇങ്ങനെയാണ് അഗപ്പയോ എന്ന് വെച്ചാൽ ജോൺ 3:16 കാണുന്ന ആ സെയിം സ്നേഹമാണ് ഇവൻ ലോകത്തെ സ്നേഹിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. എത്ര ഭയാനകരം! ഞാൻ ആ വാക്യം വായിച്ച് ഞാൻ വളരെ ഞാൻ ഭയന്നു പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. കാരണം ലോകത്തെ സ്നേഹിക്കുന്നത് പല രീതിയിൽ സ്നേഹിക്കാം, പക്ഷെ കർത്താവിനെ റിപ്ലേസ് ചെയ്തിട്ട് അവന് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ ലോകത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ കപ്പൽ നശിച്ചു പോകാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്തായിരിക്കാം ദേമാസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദേമാസിന് ചിലപ്പോൾ അവൻ്റെ എക്സ്ക്യൂസസ് ഒക്കെ കാണുമായിരിക്കും. ദേമാസിനോട് ചോദിക്കാം, മോനെ നീ എന്താടാ ഇത്രയുമൊക്കെ കണക്ഷൻസും ഇത്രയൊക്കെ ഫെലോഷിപ്സും ഒക്കെ ഉണ്ടായിരുന്നു, ഇത്രയധികം നീ പൗലോസിനോടൊക്കെ ചേർന്നിരുന്നു, അവനെ പറ്റിയുള്ള പ്രത്യക്ഷതയുടെ ആ ഒരു പ്രഭാവമൊക്കെ പൗലോസിൽ നിന്നൊക്കെ നിനക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഒരു വ്യക്തിയല്ലേ ദേമാസേ നീ, എന്നിട്ടും നീ എന്തുകൊണ്ട് വിട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേമാസിനും ചില കാര്യങ്ങളൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ സഫറിങ് കിട്ടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കൊരു കംഫർട്ട്
വളരെ ഇഷ്ടമാണ്. എനിക്ക് പൗലോസിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൗലോസിൻ്റെ കൂടെ സഹഭടൻ എന്നുള്ള രീതിയിൽ ഞാനൊരു കുറ്റക്കാരൻ എന്ന വണ്ണം, ഞാൻ തടവിൽ കിടന്ന ഒരു വ്യക്തി എന്ന വണ്ണം എന്നെ ചിലപ്പോൾ ആളുകൾ മുദ്രയിട്ടേക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ലോകം പറയും ഹീസ് ദ ബെസ്റ്റ്. ഒരു റെപ്യൂട്ടേഷൻ കിട്ടും, ഒരു കൺഫർമേഷൻ കിട്ടും, അപ്രീസിയേഷൻസ് കിട്ടുമായിരിക്കാം. അത് എനിക്ക് ഇതിനേക്കാളിലും ബെറ്റർ അതാണെന്ന് എനിക്ക് തോന്നിയെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റും. ആൻഡ് ഹി വാസ് ആഫ്റ്റർ എ ടെമ്പററി സക്സസ് റാദർ ദാൻ ഫോളോയിങ് ദി ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആളുകളെയും ലോകത്തെയും പ്രീണിപ്പെടുത്തുവാൻ തക്കോണം എനിക്കിഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ അവിടെ മാറിപ്പോകുക തക്കോണം ഇവിടെയായിത്തീർന്നു. യേശു അവരെ വിളിച്ചപ്പോൾ, ശിഷ്യന്മാരെ ഓരോരുത്തരും അപ്പോസ്തലന്മാരൊക്കെ വിളിച്ചപ്പോൾ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുവാനുള്ള വിളിയാണ് വിളിച്ചിരുന്നത്. നമ്മുടെ മുമ്പിലുള്ള ആ വിളിയിൽ ദേമാസിനെ പോലെ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ഇഷ്ടത്തിനും പാഷൻസിൻ്റെ ഒക്കെ അനുസരിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ ദൈവവചനവും ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ദൈവവചനം പോലും നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെങ്കിൽ ഐ എം പ്ലീഡിങ് ബിഫോർ യു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഹംബിൾ ചെയ്യണം, ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് വിനയപ്പെടണം. കർത്താവേ, എൻ്റെ ഡിസ്ട്രാക്ഷൻസിനെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കർത്താവേ, അങ്ങയുടെ കർത്താവേ വചനം കേട്ട് കർത്താവേ ആ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ തക്കണം. ആ കർത്താവേ ആ കാട്ടൊലിവിൽ നിന്ന് വെട്ടിച്ചേർത്ത് കർത്താവ് നാട്ടൊലിവോട് ചേർന്നിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കണം എന്നെ സമർപ്പിക്കുന്നുള്ള പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതേപോലെ ഒരു വ്യക്തിയായിരുന്നു, പഴയ നിയമത്തിൽ കാണുന്ന ഒരു വ്യക്തി, ഗേഹസി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകത്തെ അല്ല സ്നേഹിച്ചത്, കുറച്ച് പണത്തെയും ചില ഉടുപ്പിനെയും സ്നേഹിക്കാൻ തക്കണം ഇടയായത്. നമുക്ക് അതിൻ്റെ അവസാനമൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന് മറ്റേ പുള്ളിയുടെ അസുഖവും പിടിച്ച് പിന്നെ പുള്ളിയെപ്പറ്റി വേറെ ഒന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഗേഹസി വിശ്വസ്തനായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു പ്രവാചകനായിട്ട് അടുത്ത നെക്സ്റ്റ് ബാറ്റൺ വഹിക്കേണ്ടവനായിരുന്നിരിക്കാം. ഗേഹസി ഒരു ശിഷ്യനായിരുന്നു, പ്രവാചക ശിഷ്യനായിരുന്നു. അങ്ങനെ ഒരു പദവിയിലേക്ക് വരേണ്ട ഒരു വ്യക്തിയായിരുന്നു ഗേഹസി. പക്ഷേ വിശ്വാസ കപ്പൽ നഷ്ടമായി പോകാൻ തക്കണം ഇടയായി തീർന്നു. നാം ഓരോരുത്തരും അവൻ്റെ ആ ചൂടടയാളം, അവൻ്റെ ആ പ്രകാശം വഹിച്ചുകൊണ്ട് നടക്കേണ്ടവരാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം ലോകത്തെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷ സത്യം നാളെ ലോകത്തോട് പറയുവാൻ നാം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഒരു പേടി, ആ ഒരു ഭയം, ആ ഒരു ദൈവഭയം നമ്മെ എപ്പോഴും പരിച്ചു നടത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കളങ്കത്തെ, നമ്മുടെ ഉള്ളിൽ വളരുന്ന എല്ലാ മുള്ളിനെയും പറിച്ചു മാറ്റിക്കൊണ്ട് വിശ്വസ്തരായി മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ഇറ്റ് ലീവ്സ് വിത്തൗട്ട് ഫ്രൂട്ട്. 22-ാം വാക്യത്തിൽ കാണുന്നു, ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. 3 കാര്യങ്ങളാണ്: ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, 3 ഫലമില്ലാത്ത അനുഭവം. കർത്താവ് നമ്മെ പറ്റി ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, കർത്താവ് നമ്മിൽ നോക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന ആരാണോ അല്ലയോ എന്ന് കർത്താവ് നമ്മെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനത്തിലേക്ക് പോവും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, അത് മാത്രമാണോ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കേണ്ടത് അല്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫലമാണ്. അതൊരു ഇന്നർ ഫ്രൂട്ടാണ്. ക്രിസ്തു എന്ന തലയോളം ക്രിസ്തു അനുരൂപനായി വളരുവാൻ തക്കവണ്ണ ഒരു ആഗ്രഹം നാം പ്രാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫലം നമ്മുടെ ഉള്ളിൽ വളരുന്നില്ല. 2, ഒരു റൈച്ചസ് ലിവിങ്, നീതിയുള്ളൊരു ജീവിതം, അത് ഒരു മോറൽ ഫ്രൂട്ടാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരേണ്ട ഒരു ഫ്രൂട്ടാണ് എന്ത്? റൈച്ചസ് ലിവിങ്. ഒബീഡിയൻസ് ഉണ്ട്, ഹോളിനെസ് ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. 3-മതായിട്ട് സ്പിരിച്വൽ റീപ്രൊഡക്ഷൻ. നമുക്കൊരു പ്രാക്ടിക്കൽ ഫ്രൂട്ട് ഉണ്ട്. പ്രാക്ടിക്കലി നാം ഫലം പുറപ്പെടുവിക്കുവാൻ തക്കോണം കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ഗുഡ് വർക്ക്സ്, എഫേസ്യർ ലേഖനത്തിൽ പറയുമ്പോൾ നമ്മെ അവൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ ഫലം നാം പുറപ്പെടുവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 4-മതായി കിങ്ഡം ഇമ്പാക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? ഒരു ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ഗോസ്പൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാൻ തക്കവണ്ണ ഒരു ഫ്രൂട്ട് നമ്മുടെ ഉള്ളിൽ, ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്, ഒരു റീപ്രൊഡക്റ്റീവ് ഫ്രൂട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. 5-മതായിട്ട് എൻഡ്യൂറൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. അതൊരു ലാസ്റ്റിംഗ് ഫ്രൂട്ടാണ്. ഈ വചന സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം വിശുദ്ധരായി നിൽക്കുവാനുള്ള ഒരു ഫലം നാം പുറപ്പെടുവിക്കേണ്ടത് വളരെ അത്യാവശ്യം. 5 കാര്യങ്ങൾ: ഒരു ഇന്നർ ഫ്രൂട്ട് ഉണ്ട്, ഒരു മോറൽ ഫ്രൂട്ട് ഉണ്ട്, ഒരു പ്രാക്ടിക്കൽ ഫ്രൂട്ട് ഉണ്ട്, ഒരു റീപ്രൊഡക്റ്റീവ്
ഫ്രൂട്ടുണ്ട്, 5 ഒരു ലാസ്റ്റിംഗ് ഫ്രൂട്ട് ഉണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടത് വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നിലങ്ങൾ ഒരുക്കപ്പെടാതെ ഇരുന്നാൽ ഫലം പുറപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം നാം സങ്കീർത്തനത്തിലൂടെ കേട്ടത് അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമുക്കൊരു ഒരുക്കം, ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഒരുക്കം വേണം. അതോടൊപ്പം തന്നെ ഈ വചനം കേട്ട് അവൻ്റെ സന്നിധി ഭക്തിയോടെ ആയിരിക്കുന്ന അനുഭവത്തിൽ കേൾക്കുന്ന വചനം പ്രാവർത്തികമാക്കുവാനുള്ള ഒരുക്കം കൂടെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആൻഡ് ഇഫ് വി ആർ നോട്ട് ഡൂയിങ് ദിസ്, എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ഗോഡ് ഈസ് പേഷ്യൻറ്റ് ബട്ട് നോട്ട് ഇൻഡെഫിനിറ്റ്ലി. കർത്താവിൻ്റെ ഒരു ക്ഷമയൊക്കെ ഉണ്ട്, പക്ഷെ കർത്താവ് എന്നും നമ്മളെ ഇങ്ങനെ വിടത്തില്ല. ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസാനത്തെ സമയം. ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അവസരം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ നൽകുവാൻ തക്കോണം ഇടയാകുക. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത്, പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ വിറയ്ക്കുവാൻ തക്കോണമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെ 13-ാം അധ്യായം കാണുന്നു. കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടി നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ കർത്താവ് നോക്കും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും അരികിലൊരു കോടാലി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ വരേണ്ടത് വളരെ അത്യാവശ്യം. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്ത വാക്യം എങ്ങനെ കാണുന്നു? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. വിശ്വാസിയും അവിശ്വാസിയും സഭയിലിരിക്കുന്നവരും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവിൻ്റെ ദീർഘക്ഷമയെ നാം ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാതെ എന്ന പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നുകൂടെ താഴ്ച സമർപ്പിക്കും. കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു be fruitful in his presence. കർത്താവേ, I just want to be productive in your presence, Appa. And എബ്രായ ലേഖനം 10-ാം അധ്യായം 26-27 വാക്യം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായ ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ സിമ്പിളായിട്ടാണ് നാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഉള്ളിലുള്ള ഡിസ്ട്രാക്ഷൻസും പാപവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ക്രോധത്തിന് നാം പാത്രരാകും എന്നുള്ള കാര്യം എപ്പോഴും നമ്മെ ഭരിച്ച് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ബി ഫ്രൂട്ട്ഫുൾ ഇൻ ഹിസ് പ്രസൻസ്. അവൻ്റെ ആ ഫലം പുറപ്പെടുവിക്കുന്ന, ഞാൻ 5 കൂട്ടം ഫലങ്ങളെ പറ്റി പറഞ്ഞു, ആ ഫലം നാം പുറപ്പെടുവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാം അവൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെസ്, ഗോഡ് ഈസ് പേഷ്യൻറ്റ്. Yes, God is merciful, but no, he will not wait forever. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ക്ഷമയുള്ള ദൈവമാണ്. പക്ഷേ അവൻ്റെ ദീർഘക്ഷമ സദാകാലത്തേക്കും നിലനിൽക്കുകയില്ല. അതിനു മുമ്പ്, അവൻ്റെ കരം ഭാരമാകുന്നതിന് മുമ്പ്, ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ, അതല്ല നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നാം ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ കാഹളദാനം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കാര്യം വിശുദ്ധിയും വേർപാടും ഒക്കെ അത് മാത്രമാണ് നാം പലപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രൊഡക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അന്ത്യകാഹളദാനത്തിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും കഥാസ്ഥാനങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ?